തിണ്ണമെടുക്കുന്ന കേട്ടിട്ടുണ്ടോ? അതാണ് ദേണ്ട ഇവനിവിടെ കിടന്ന് കാണിക്കുന്നത്. ഇവനെ ഞാൻ കാരിയറിനകത്തിലൊക്കെ പിടിച്ചിട്ടേക്കുവാണ് പുറത്ത് കൊണ്ടുപോകാനായിട്ട്. അവൻ്റെ DNA ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയണമല്ലോ സൺകണ്ണൂറിനെ. ഇതിനെ പുറത്ത് ഞാൻ വെച്ചിരുന്നാൽ ഇതുങ്ങൾ അതിൻ്റെ പപ്പും പൂടെ ആക്കി പീസാക്കി അവിടെ വെച്ചേനെ. കരിയറിനകത്തിലായതുകൊണ്ട് അവനറിയാം അത് സേഫ് ആണെന്നുള്ള കാര്യം. കാരണം ഇവർക്ക് പിടിക്കാൻ പറ്റുകയില്ലല്ലോ. ആ തക്കം നോക്കി അതിനകത്തിരുന്നുകൊണ്ടുള്ള പരാക്രമം മൊത്തം കാണിക്കുക. ചീറ്റുകയും കൊത്താൻ ചെല്ലുകയും. ചാരുവിന് അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊത്ത് കിട്ടി, ജൂഡിക്ക് 2 പ്രാവശ്യം കൊത്ത് കിട്ടി. സിംബ ഇറങ്ങി നോക്കുവാണ്. സിംബ പല പ്രാവശ്യം അതിൻ്റെ വാലെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം കൂട്ടിനകത്തായതുകൊണ്ട് അവൻ വലിയ ആൾ കളിക്കാനകത്ത് കിടന്നുകൊണ്ട് പുറത്ത് വന്ന് എന്തുണ്ടൊക്കെ ഇപ്പം അങ്ങ് കാണിക്കുന്നതാണ് അവൻ പറയുന്നത്. അതിനകത്ത് കിടന്നുകൊണ്ടുള്ള പരാക്രമം കാഴ്ച കണ്ടാൽ തോന്നും അവൻ ഈ പുറത്തോട്ട് ഇറങ്ങി വന്ന് ഇതുങ്ങളെ എല്ലാത്തിനെയും പറിക്കുമെന്ന്. ഓലയൊക്കെ ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടി നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല, ഒരുത്തനും വരികയില്ല. പിന്നെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയി. വണ്ടിയിലിരുന്നുകൊണ്ട് ഈ സാധനം ഇടയ്ക്ക് ആ കരിയറിനകത്തൂടെ തല പുറത്തിട്ട് സ്റ്റക്കായി. പിന്നെ ഞാൻ വഴിയിൽ വണ്ടി പാർക്ക് ചെയ്ത് ഇതിന് തല ഊരി എടുക്കേണ്ട അവസ്ഥയായിരുന്നു എൻ്റെ. ഏതായാലും സംഭവം നമ്മൾ പോയി തിരിച്ചൊക്കെ വന്നു. നല്ല സൂപ്പറായിട്ട് അവൻ എൻ്റെ തോളയിലിരുന്നാണ് പിന്നെ അവസാനം പോയത്. അവൻ അതിനകത്ത് ഇരുന്നിട്ട് ഒരു ഇരിക്കപ്പുറതി ഇല്ലായിരുന്നു. പുറത്ത് വന്ന് തോളയിലിരുന്നപ്പോൾ അവന് സമാധാനമായി. ഏതായാലും DNA ടെസ്റ്റൊക്കെ ചെയ്ത് റിപ്പോർട്ട് വന്ന് എൻ്റെ കൊച്ചൊരു പെങ്കൊച്ചാണ്.